CH ഇദ്രീസ് ഉസ്താദിൻ്റെ ദർസിൽ വന്ന ശേഷമാണ് സമസ്തയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വിപുലമായി വിസ്തൃതമായി വരുന്നത്. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് മുഷാവർക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിന് പോകും, ഇടയ്ക്കിടയ്ക്ക് സുന്നി യുവന സംഘത്തിൻ്റെ യോഗങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, പരിപാടികൾക്കൊക്കെ പോകും. ഇങ്ങനെയാണ് അതിൻ്റെ വ്യാപ്തി പയ്യെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കൊടുവള്ളി സിറാജുൽ ഹുദ അറബിക് കോളേജിൽ വിദ്യാർത്ഥി കൺവെൻഷൻ ചേരുന്നത്. അപ്പോൾ ഫരീദ് മുസ്ലിയാർ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് കൺവെൻഷനിൽ പങ്കെടുക്കാനും വിദ്യാർത്ഥികളെ കൺവെൻഷനിലേക്ക് അയക്കാനും അപേക്ഷിക്കാനും വേണ്ടി ഞങ്ങൾ 3-4 പേര് പോയിരുന്നു. ഇതിലൊന്ന് ഞാനായിരുന്നു. അപ്പോൾ ഫരീദ് മുസ്ലിയാർ പറഞ്ഞു, ഞാനങ്ങനെ യോഗങ്ങളിലും പൊതുവേദികളിലൊന്നും പങ്കെടുക്കാറില്ല, ദർസുകളങ്ങനെ പരമാവധി നടത്തി അത് കുട്ടികൾക്ക് ഇൽമ കൈമാറുക, ഇതിലാണ് ഇപ്പോൾ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളതെന്ന് പറഞ്ഞു. മൂപ്പര് കുട്ടികളെ പറഞ്ഞയക്കുന്നതിനോട് വിയോജിച്ചു. അതേപോലെ കാന്തപുരം ദർസിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടുന്ന് വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെ വന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് അവിടെ മുദരിസാണ്, അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹം കൺവെൻഷൻ ഹാളിലേക്ക് വന്നിട്ടില്ല, അതിൻ്റെ അല്പം താഴെയായിട്ട് അത് ഭൂമിയുടെ കിടപ്പ് അങ്ങനെ ഒരു തട്ടായിട്ടാണ്. അപ്പോൾ താഴെ തട്ടിലാണ് ഒരു പള്ളി ഉള്ളത്. ആ പള്ളീൻ്റെ താഴ്വരയിൽ അദ്ദേഹം ശ്രോതാക്കളായി 3-4 മുദരിസന്മാരുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, AP അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെയാണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വിദ്യാർത്ഥി സംഘടനയിലൂടെ സജീവമായി വരുന്നത്. അതിനുമുമ്പ് മദ്രസയിലും സ്കൂളിലൊക്കെ ചെറിയ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം, ഒന്നും വേണ്ടത്ര കാര്യക്ഷമമായിരുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഘടനാവേദി എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഏരിയയാണ്, മൈതാൻ, വാസിയാണ്. സമസ്തയുടെ പേര് മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ കണ്ട് അറിയാമെന്ന് മാത്രം. എന്താണ് സമസ്ത എന്നൊന്നും മദ്രസ പഠിക്കുന്ന സമയത്ത് അറിയില്ല. 1971 CH ഇദ്രീസ് ഉസ്താദിൻ്റെ ദർസിൽ വന്ന ശേഷമാണ് സമസ്തയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വിപുലമായി വിസ്തൃതമായി വരുന്നത്. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് മുഷാവർക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിന് പോകും, ഇടയ്ക്കിടയ്ക്ക് സുന്നി യുവന സംഘത്തിൻ്റെ യോഗങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, പരിപാടികൾക്കൊക്കെ പോകും. ഇങ്ങനെയാണ് അതിൻ്റെ വ്യാപ്തി പയ്യെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എടക്കുളത്ത് വിദ്യാർത്ഥികൾക്ക് സാഹിത്യ സമാജം പരിപാടി, അതിന് പേരിലൊരു സംഘടന, അതിൻ്റെ കീഴിൽ ഞാനവിടെ വിദ്യാർത്ഥിയായ ശേഷം കയ്യെഴുത്ത് മാസിക തുടങ്ങി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടക്കുളത്തെ വിദ്യാഭ്യാസം 71-72 അവസാനത്തോടു കൂടി തീർന്നു. 72 നവംബർ ജാമിയ നൂരിയിൽ അഡ്മിഷൻ നേടുകയാണ്. അങ്ങനെ 2 കൊല്ലം അവിടെ പഠിച്ചു. അതിൻ്റെ ഇടയിലാണ് സംഘടനാബോധം പിന്നെ വീണ്ടും തളിരയിടുന്നത്. അതായത് സംഘടന അവിടെ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ, നൂറുൽ ഉലമയുടെ കീഴിൽ കുറേ സബ് കമ്മിറ്റികൾ, പ്രത്യേകിച്ച് അൽമനീർ കമ്മിറ്റി, അൽമനീർ കയ്യെഴുത്ത് മാസിക, അതിനുവേണ്ടി ഒരു കമ്മിറ്റി, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലത്തിലൊക്കെ ജാമ്യ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സമ്മേളന സുവനീർ പ്രസിദ്ധീകരിച്ചിരുന്നു. അൽമനീറിൻ്റെ ഈ വാർഷിക പതിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നതും നൂറുൽ ഉലമ തന്നെയാണ്. അതിനൊരു സബ് കമ്മിറ്റി വേറെ ഉണ്ടാവും, അവരാണ് നിർവഹിച്ചിരുന്നത്. അങ്ങനെ 1973 സുന്നി വിദ്യാർത്ഥികൾക്കായുള്ള സംഘടന ഉണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ ഇടപഴകേണ്ടി വന്നു. പുറത്തുപോയി യോഗങ്ങളിലൊക്കെ ഹാജരാകേണ്ട അവസ്ഥകളുണ്ടായി. വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ലഭിച്ചു. അന്ന് ദർസുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് പ്രധാനമായും വിദ്യാർത്ഥി സംഘടനയുടെ കൺവെൻഷനിലുണ്ടാകുക. പല സ്ഥലത്തും സംഘടന കൺവെൻഷൻ വിളിക്കുമ്പോൾ പരിസരത്തുള്ള മുദരിസ്മാരെ പോയി ക്ഷണിക്കും, കുട്ടികളെ പറഞ്ഞേക്കാൻ അവരോട് അപേക്ഷിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇതിലിപ്പോഴും ഓർമ്മയിലുള്ള ഒരു സുന്നി വിദ്യാർത്ഥി കൺവെൻഷൻ കൊടുവള്ളി സിറാജുൽ ഹുദ അറബിക് കോളേജിൽ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു കൺവെൻഷനായിരുന്നു. കൊടുവള്ളിയുടെ പരിസരത്താണ് കളരാന്തിരി. അന്ന് പൊന്മള ഫരീദ് മുസ്ലിയാരാണ് അവിടുത്തെ മുദരിസ്. കൂടുതൽ അനുകൂല ഘടകമായി എൻ്റെ അനുജ സഹോദരൻ സൈനുദ്ദീൻ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. സൈനുദ്ദീൻ ബാഖവി എന്ന് പറയും. അദ്ദേഹം പല സ്ഥലത്തും ദർസ് നടത്തി, പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലുണ്ടായിരുന്നു, നമ്മളവിടങ്ങളിലൊക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. സൈനുദ്ദീൻ അന്ന് കളരാന്തിരി ഫരീദ് മുസ്ലിയാരെ ദർസിൽ പഠിക്കുകയാണ്. ആ ഇടയാണ് 1973 അവസാനം അല്ലെങ്കിൽ 74 ആദ്യമൊക്കെ ആയിരിക്കും കൊടുവള്ളി സിറാജുൽ ഹുദ അറബിക് കോളേജിൽ വിദ്യാർത്ഥി കൺവെൻഷൻ ചേരുന്നത്. അപ്പോൾ ഫരീദ് മുസ്ലിയാർ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് കൺവെൻഷനിൽ പങ്കെടുക്കാനും വിദ്യാർത്ഥികളെ കൺവെൻഷനിലേക്ക് അയക്കാനും അപേക്ഷിക്കാനും വേണ്ടി ഞങ്ങൾ 3-4 പേര് പോയിരുന്നു. ഇതിലൊന്ന് ഞാനായിരുന്നു. അപ്പോൾ ഫരീദ് മുസ്ലിയാർ പറഞ്ഞു, ഞാനങ്ങനെ യോഗങ്ങളിലും പൊതുവേദികളിലൊന്നും പങ്കെടുക്കാറില്ല, ദർസുകളങ്ങനെ പരമാവധി നടത്തി അത് കുട്ടികൾക്ക് ഇൽമ കൈമാറുക, ഇതിലാണ് ഇപ്പോൾ ഞാൻ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളതെന്ന് പറഞ്ഞു. മൂപ്പര് കുട്ടികളെ പറഞ്ഞയക്കുന്നതിനോട് വിയോജിച്ചു. കൊടുവള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 5-10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥലം. കളരാന്തിരി മാനിപുരത്തിൻ്റെ അടുത്താണത്. അതേപോലെ കാന്തപുരം ദർസിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടുന്ന്
വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെ വന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് അവിടെ മുദരിസാണ്, അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹം കൺവെൻഷൻ ഹാളിലേക്ക് വന്നിട്ടില്ല, അതിൻ്റെ അല്പം താഴെയായിട്ട് ഭൂമിയുടെ കിടപ്പ് അങ്ങനെ ഒരു തട്ടായിട്ടാണ്. അപ്പോൾ താഴെ തട്ടിലാണ് ഒരു പള്ളി ഉള്ളത്. ആ പള്ളീൻ്റെ താഴ്വരയിൽ അദ്ദേഹം ശ്രോതാക്കളായി 3-4 മുദരിസന്മാരുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, AP അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെയാണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വിദ്യാർത്ഥി സംഘടനയിലൂടെ സജീവമായി വരുന്നത്. അതിനു മുമ്പ് മദ്രസയിലും സ്കൂളിലൊക്കെ ചെറിയ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം, ഒന്നും വേണ്ടത്ര കാര്യക്ഷമമായിരുന്നില്ല. അതിപ്പോൾ ഒരു 10-60 കൊല്ലം മുൻപാണല്ലോ. അപ്പം അന്നത്തെ സാമൂഹിക സാമുദായിക അവസ്ഥകളും കൂടി പരിഗണിക്കണം. അത്തരം സംരംഭങ്ങളൊന്നും വേണ്ടത്ര വികസിച്ചിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടമല്ല അന്ന്. പിന്നെ അൽഹംദുലില്ലാഹ് ജാമിഅ നൂരിയയിൽ 2 കൊല്ലം അവിടെ അൽമുനീർ പത്രാധിപ സമിതിയുടെ അൽമുനീറിൻ്റെ എഡിറ്ററായും, പിന്നെ 1 കൊല്ലം നൂറുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയുമൊക്കെ പ്രവർത്തിച്ചു. നൂറുൽ ഉലമായുടെ വിവിധ സബ് കമ്മിറ്റികൾ ഉണ്ടാവും, അതിലൊക്കെ പലതിലും അംഗമായി. ഇങ്ങനെ ആണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനാ രംഗത്തേക്കുള്ള ഇറക്കം ആരംഭിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായി വന്നത്, സംഘടനയിലൂടെ മാത്രമേ സാമുദായിക രംഗം ചലനാത്മകമാവുകയുള്ളൂ എന്ന്. ഓരോരുത്തരും അവനവൻ്റെ ജോലി ഏർപ്പാടുമായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ സംഘടനാപരമായ ചലനങ്ങൾ നടക്കുകയില്ല. അതാകട്ടെ അള്ളാഹു താല്പര്യപ്പെട്ടതാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് ഖുർആനും കൽപ്പിച്ചതാണ്. തഖ്വയുടെയും നന്മയുടെയും വേദികളിലൊക്കെ പരസ്പര സഹകരണം ഉണ്ടാകണം. അതിൻ്റെ നെഗറ്റീവ് വശവും അള്ളാഹു തആല പറഞ്ഞു, കുറ്റകരമായ കാര്യങ്ങളിലും അതിക്രമപരമായ വിഷയങ്ങളിലും ഒന്നും നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ലതാണ്. അപ്പം ഏകീഭാവത്തിനുള്ള പ്രോത്സാഹനങ്ങൾ, മനുഷ്യന്മാർ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക, മുസ്ലിമീങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക, ഒരു നാട്ടുകാർ ഒരു ലക്ഷ്യത്തിന് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക, ഒരു കാഴ്ചപ്പാടുകാർ ഒരാശയത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. മാത്രമല്ല ഉദ്ദേശ്യ ശുദ്ധി അനുസരിച്ച് അതൊക്കെ ഇബാദത്തായി വരും ചെയ്യും. യദുല്ലാഹി അലൽ ജമാഅ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അതിന് ആവോളം പ്രോത്സാഹനങ്ങൾ നൽകുന്നതാണ്. സംഘടിതമായുള്ള ഏതൊരു സംരംഭങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുമ്പോഴും അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം, സഹായം, ഉറക്കം ഒക്കെ അതിനുണ്ടാവുമെന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ അത് ചില സവിശേഷ രീതികളിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ നടന്നു വന്നിരുന്നത്. ഇപ്പം അതിനിങ്ങനെ പുരോഗതി പ്രാപിച്ച രീതികൾ, സ്വഭാവങ്ങളൊക്കെ കൈവന്നു. അങ്ങനെയാണ് ഇന്ന് ദീനീ പ്രവർത്തനങ്ങളും മതകീയ പ്രവർത്തനങ്ങളും സാമുദായിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്നത്. അതായത് പരസ്പരം കൊള്ളക്കൊടുക്കുകൾ നടക്കുന്നു, ആദാനപ്രദാനങ്ങൾ നടക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന വശം. ഞാൻ ഒരാൾക്ക് എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുന്നു, അയാളുടെ കയ്യിലുള്ളത് പലതും ഞാൻ നേടിയെടുക്കുന്നു. ഇതാണ് ആദാനപ്രദാനം, കൊള്ളലും കൊടുക്കലും. മനുഷ്യ സമൂഹം അതിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പല ജാതിയാണ്. മനുഷ്യരിൽ തന്നെ പല ചിന്താഗതിക്കാർ, പല ആശയഗതിക്കാർ, പല കാഴ്ചപ്പാടിൽ താല്പര്യമുള്ള ആളുകൾ. അതൊക്കെ പരസ്പരം മാനവിക സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അതുതന്നെയാണ് സംഘടനാശാസ്ത്രവും സംഘടനയുടെ താല്പര്യം അതാണ്. സുന്നി വിദ്യാർത്ഥി സംഘടനയിലൂടെ നമ്മൾ ഔദ്യോഗികമായി സംഘടനാ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. 73 ആദ്യമാണ്, 1973 ജാമിഅ നൂരിയയിൽ വിദ്യാർത്ഥിയായിരിക്കവേ. 2 കൊല്ലത്തെ ജാമിഅ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ സമുദായത്തിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നമ്മുടെ നിയോഗം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധ്യാപകരായിത്തീരുന്നു, ഗുരുനാഥന്മാരായിത്തീരുന്നു, മാർഗദർശികളായിത്തീരുന്നു, സോഷ്യൽ വർക്കേഴ്സ് ആയിത്തീരുന്നു. നമ്മുടെ കയ്യിലുള്ളത് സമൂഹത്തിന് കൊടുക്കുകയും സമൂഹത്തിന് കയ്യിലുള്ളത് നമ്മൾ സ്വാംശീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെയാണ് മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നത്, മനുഷ്യൻ ചിന്താപരമായി ഉയരുന്നത്. മനുഷ്യൻ്റെ കൈവശമുള്ളത് കൊടുത്തും മറ്റുള്ളവരിൽ നിന്ന് കൈവശപ്പെടുത്തിയും ഉന്നതമായൊരു സംസ്കാരത്തിലേക്ക്, വിധാനത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക് മനുഷ്യൻ ഉയരണമെന്നാണ് പ്രകൃതി നിയമം. അപ്പോൾ അങ്ങനെ ജാമ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അൽഹംദുലില്ലാഹ് നമ്മൾ പൊതുസമൂഹത്തിൽ വരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സുന്നി യുവജന സംഘമാണ് കാര്യമായിട്ടുള്ളത്, നവാഗതമായ സുന്നി വിദ്യാർത്ഥി സംഘടനയിൽ. വിദ്യാർത്ഥി ജീവിതം ഔപചാരികമായി അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ വിദ്യാർത്ഥി ജീവിതത്തിൽ പുതിയ ആളുകൾ വരട്ടെ സംഘടനയുടെ തലപ്പത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് വല്ലാതെ സംഘടനയിൽ തുടരാതെ ആ സന്ദർഭം ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇന്ന് കാര്യമായി സുന്നി യുവജന സംഘം ഉണ്ടായിരുന്നു. സമസ്തക്ക് തന്നെ കീഴ് ഘടകങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ആ കാലത്ത് 73-74 കാലത്താണ്. 74 ഏറനാട് താലൂക്ക് ജമിയത്തുൽ ഉലമ രൂപീകൃതമായി 1974. അന്നതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരാണ്.
അദ്ദേഹം വലിയ മുദരിസായിരുന്നു, പല സ്ഥലങ്ങളിലും വലിയ വലിയ ദർസ് നടത്തിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2 സെക്രട്ടറിമാരിൽ അല്ലെങ്കിൽ 3 സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നത് പാവപ്പെട്ടവനാണ്, വിനീതനാണ്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ താലൂക്ക് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നിലമ്പൂരിലേക്ക് പോകുമ്പോൾ മഞ്ചേരിയിലെ 4 കൂടിയ റോഡിൽ നിന്ന് നിലമ്പൂർ റോഡിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ തൊട്ട് ഇടത്തെ ഭാഗത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിലായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ താലൂക്ക് ഓഫീസ്. അവിടെ ഒരു ബുക്ക് സ്റ്റാള് നടത്തപ്പെട്ടിരുന്നു, ഒരു ഇസ്ലാമിക് ബുക്ക് സ്റ്റാള്. ആ ബുക്ക് സ്റ്റാളിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു സംഘടനയുടെ ചാലകനും. അദ്ദേഹമാണ് എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നത്. സംഘടനാ യോഗങ്ങൾ അവിടെ തന്നെയാണ് ചേർന്നിരുന്നത് പ്രധാനമായും. അങ്ങനെ 74 മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറനാട് താലൂക്ക് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു. 1975 ആയപ്പോഴാണ് സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപീകൃതമായത്. നേരത്തെ പറഞ്ഞതുപോലെ അതുവരെ പ്രധാനമായി ഉണ്ടായിരുന്നത് സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ, അതിന് കീഴ്ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുരോഗതിയുടെ ഭാഗമായി, പ്രവർത്തന വികസനത്തിൻ്റെയും വൈപുല്യത്തിൻ്റെയും ഭാഗമായി താലൂക്ക് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമായി, ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമായി. അങ്ങനെ 75 മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻറ്റും പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറിയുമായി സുന്നി യുവജന സംഘം പ്രവർത്തനം ആരംഭിക്കുന്നു, ജില്ലാ കമ്മിറ്റി. പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് സാഹിബ് അന്ന് PSMO കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററാണ്. PSMOയിൽ വേറെ 2-3 ലെക്ചർമാർ കൂടി നമ്മുടെ സഹയാത്രികരായി ഉണ്ടായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മേധാവിത്വം മേൽക്കോയ്മയായിരുന്നില്ല, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല PSMO കോളേജിൻ്റെ ഭാരവാഹികളും ഉത്തരവാദപ്പെട്ടവരും എന്നതിനാൽ പല അധ്യാപകരും പ്രൊഫസർമാരും സുന്നികളായിരുന്നെങ്കിലും സുന്നി രംഗത്ത് പ്രവർത്തിക്കാൻ അവർ ദൃഷ്ടരായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ സാമൂഹികാവസ്ഥ. ഈ പശ്ചാത്തലത്തിലാണ് എടക്കുളം ദർസ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ഓമാനൂർ മുഹമ്മദ് സാഹിബുമായി, പ്രൊഫസർ മുഹമ്മദ് സാഹിബുമായി, പ്രൊഫസർ അബ്ദുൽ അലി ഹിസ്റ്ററി സാഹിബുമായി ഒക്കെ വ്യക്തിബന്ധം സ്ഥാപിക്കുന്നു. ഇതിൽ ഓമാനൂരും അബ്ദുൽ അലി സാഹിബും ഫറോക്കിൽ ഇവർ രണ്ടുപേരും പ്രാസംഗികന്മാരായിരുന്നു. സമ്മേളനങ്ങളിൽ പ്രസംഗത്തിന് അവർ പങ്കെടുത്തിരുന്നു. അവരെ നമ്മൾ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. സുന്നത്ത് ജമാഅത്തിൻ്റെയും സമസ്തയുടെയും മദ്രസ വാർഷികങ്ങൾ, മസ്ജിദ് ഉദ്ഘാടന പരിപാടികൾ തുടങ്ങിയവയിലൊക്കെ അവരെ പങ്കെടുപ്പിക്കാൻ നമ്മൾ താല്പര്യം കാണിച്ച് അവർ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന് അന്ന് അവിടെ അങ്ങനെ ഒരു ഗ്യാങ് രൂപീകൃതമായി. അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നവർ അവിടെ ഉണ്ടായിരുന്നു, അധ്യാപകന്മാരും മറ്റുമൊക്കെ ആയിട്ട്. പക്ഷേ ഇവരത് ചെവിക്കൊണ്ടില്ല. ഇവർ സ്വന്തം കാലിന്മേൽ നിൽക്കാൻ മനുഷ്യന് അവകാശമുണ്ടല്ലോ എന്ന നിലക്ക് ആലോചിച്ചിട്ട് അവരവരുടെ വഴിക്ക് വന്നു. അങ്ങനെയാണ് ഞാനും പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് സാഹിബുമായുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഉസ്താദിൻ്റെ പ്രോത്സാഹനവും പ്രേരണയുമൊക്കെ അതിന് ധാരാളമായി ഉണ്ടായിരുന്നു. അഭ്യസ്തവിദ്യരായ ആളുകൾ ഇത്തരം പൊതുരംഗങ്ങളിൽ വരണമെന്നത് ഉസ്താദിൻ്റെ വലിയൊരു അഭിലാഷവും ആഗ്രഹവുമായിരുന്നു. അവർക്കാവശ്യമായ പ്രോത്സാഹനങ്ങളൊക്കെ ഉസ്താദ് നൽകിയിരുന്നു. അത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ മറ്റെവിടെയെങ്കിലും കാണുമ്പോഴോ ഒക്കെ അങ്ങേയറ്റത്തെ സൗഹൃദമായിരുന്നു ഉസ്താദ് അവരുമായി പങ്കുവച്ചിരുന്നു. നാട്ടുകാരിൽ പലർക്കും കണ്ടാൽ അന്ന് അത് അത്ഭുതം തോന്നും. ഇയാളൊരു ഭൗതിക രംഗത്തുള്ള ആളല്ലേ, ഉസ്താദ് ഒരു ഷാവറ മെമ്പറും അല്ലെങ്കിൽ തലക്കനമുള്ള പണ്ഡിതനും സർവാംഗീകൃതനും സർവാദരണീയനുമൊക്കെ അല്ലേ, ഇയാളെന്താ മൂപ്പരെന്താ ഇങ്ങനെ ഈ കാൽസറായിട്ട് ആളുകളോട് ഇടപഴകുന്നത് എന്ന നിലക്കായിരുന്നു ബഹുജനത്തിൻ്റെ വീക്ഷണം. അപ്പോൾ CH ഐദറൂസ് മുസ്ലിയാർ ഉസ്താദ് അവരുടെ ഈ നിലപാട് ഇത്തരം നീക്കങ്ങൾക്ക് വളരെ പ്രചോദനമായി, പ്രോത്സാഹജനകമായി എന്നാണ് ഞാൻ അനുസ്മരിക്കുന്നത്. അതേപോലെ അബ്ദുൽ അലി സാഹിബിൻ്റെ പിതാവ് ഒരു മതപണ്ഡിതനായിരുന്നു, മുസ്ലിയാരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെ ഓമാനൂർ മുഹമ്മദ് സാഹിബ്, പ്രൊഫസർ മുഹമ്മദ് സാഹിബ് ഇവരൊക്കെ ഈ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനും അത് വലിയൊരു പ്രോത്സാഹനമായി. അദ്ദേഹം പല മതസംഘടനകളിലും മതപ്രസംഗ പരിപാടികളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ വലിയ പ്രമാണിയുടെ മകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അടുത്ത് നിന്ന് കിതാബോധി പഠിക്കാൻ തുടങ്ങിയ വ്യക്തിയായിരുന്നു. പിന്നീട് കോളേജ് ജീവിതകാലത്ത് അദ്ദേഹം പരപ്പനങ്ങാടിയിലെ കോട്ടുമല ഉസ്താദിൻ്റെ ദർസിൽ വിദ്യാർത്ഥിയായിരുന്നു. പണ്ഡിതന്മാരുമായി, പണ്ഡിത കുടുംബങ്ങളുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം തുടർന്ന് വരികയായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ PSMOയിലെ ഇങ്ങനെയുള്ളൊരു 3-4 പേര്, പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ് സാഹിബ്, അദ്ദേഹം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവും വലിയൊരു സാമ്പത്തിക പശ്ചാത്തലമുള്ള കാഴ്ചപ്പാടുള്ള പ്രമാണിയായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും വളരെ ചെറുപ്പത്തിലേ ഞാൻ പോയിട്ടുണ്ട് ഈ ബന്ധം തുടങ്ങുന്ന കാലത്ത്. മുഹമ്മദ് സാഹിബിന് നാട്ടിൽ വലിയ ആദരമായിരുന്നു. കാരണം ഈ 2 വിദ്യാഭ്യാസ രംഗത്തും താല്പര്യമുള്ള, അതനുസരിച്ച് വളരെ നിഷ്ഠയുള്ള ജീവിതം നയിച്ചിരുന്ന വ്യക്തി കൂടിയാണ് പ്രൊഫസർ മുഹമ്മദ് സാഹിബ്. അദ്ദേഹം ശാസ്ത്രത്തിൽ ബിരുദമെടുത്തപ്പോൾ, MSc കരസ്ഥമാക്കിയപ്പോൾ നാട്ടിലെ നാനാഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കണ്ട് ആശീർവാദങ്ങൾ നേടാൻ ആളുകൾ വന്നിരുന്നു. മാപ്പിളമാരുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ
പ്രത്യേകിച്ച് പുതുപ്പറമ്പ് വാളക്കുളം പോലെയുള്ള ഒരു പിന്നണിയിൽ നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ശാസ്ത്രത്തിൽ ബിരുദം നേടിയിരിക്കുന്നു എന്ന് വലിയൊരു വാർത്തയായിരുന്നു. അദ്ദേഹം സുന്നത്ത് ജമാഅത്തുമായും അതിൻ്റെ സംഘടനാ വേദിയുമായും ഒക്കെ ബന്ധമുള്ള ആളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അബ്ദുൽ അലി സാഹിബ്, പിന്നെ പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹവും ഫാറൂഖ് കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പല കോളേജുകളിലും പ്രൊഫസർക്കായി സേവനം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം സമസ്തയുടെ രംഗത്തും സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖലകളിലൊക്കെ അന്ന് സജീവമായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാമുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സംഘടനാ രംഗത്തേക്ക് വരുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പം നമുക്കതൊരു പ്രോത്സാഹനമായി അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള ആളുകളൊക്കെ SOS വേണ്ടി അല്ലെങ്കിൽ മദ്രസ വാർഷികത്തിന് വേണ്ടി പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്നുവല്ലോ എന്ന കാഴ്ചപ്പാട് നമുക്കും വളരെ പ്രോത്സാഹജനകമായി. അതുകൊണ്ട് തന്നെ ഉദാഹരണമായി PSMO കോളേജിൽ നിന്ന് അന്നത്തെ സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ അവിടുത്തെ യൂണിറ്റിൻ്റെ കീഴിൽ ഒരു സ്പെഷ്യൽ പതിപ്പ് സുവനീർ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. അന്നതിൽ ലേഖനം എഴുതുന്നതിൽ നമുക്ക് വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം PSMOൻ്റെ പൊതുവൃത്തം അങ്ങനെയായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരെയും അതിൻ്റെ ശബ്ദങ്ങളുമൊക്കെ നിസ്സാരമായി കാണുക അല്ലെങ്കിൽ ഇകഴ്ത്തി കാണുക എന്നൊരു പൊതു പശ്ചാത്തലമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ PSMO കോളേജിൽ 1968 അതിൻ്റെ സ്ഥാപനം. 70കളുടെ തുടക്കം മുതലേ നമുക്കവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ ശാഖ രൂപീകൃതമായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിലതൊക്കെ അവിടെ നടന്നു. അതിൻ്റെ കീഴിൽ അവിടെ ഒരു സുവനീർ പ്രസിദ്ധീകൃതമായി. ശാസ്ത്ര സംബന്ധിയായ ഒരു ലേഖനം തന്നെ അന്ന് ആ സുവനീറിൽ എഴുതാൻ എനിക്ക് കഴിഞ്ഞു എന്നത് അഭിമാനമായി തോന്നിയിരുന്നു അന്ന്. കാരണം ഈ മൗലവിമാർക്കൊന്നും ശാസ്ത്രം അറിയില്ല. ഇന്നത്തെ കാലമല്ല, നൂറ്റാണ്ടിലേറെ കാലം മുമ്പാണ്. അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്നത് അൽഹംദുലില്ലാഹ് നമുക്ക് വലിയൊരു അഭിമാനമായി തോന്നിയിരുന്നു, ഇപ്പോഴും തോന്നുന്നുണ്ട്. ആ സംഘടനാ പ്രവർത്തനങ്ങളുമായുള്ള തുടർ പ്രവർത്തനങ്ങൾ പിൽക്കാലത്തെ വിദ്യാഭ്യാസ ബോർഡ് ഉസ്താദ് CH ഇദ്രീസ് ഉസ്താദ് വഫാത്തായ ശേഷം അതേ കൊല്ലം തന്നെ 1994 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി എന്നെ ക്ഷണിക്കപ്പെട്ടു. ഞാനിത് പങ്കെടുത്തു വരുന്നു. 2016 സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറ മെമ്പർ കൂടിയായി. ചില കേന്ദ്രങ്ങളൊക്കെ അന്ന് എന്നെപ്പോലുള്ള ആളുകൾ മുഷാവറയിലേക്ക് വരുന്നതിൽ വലിയ വിപ്രതിപത്തി കാണിച്ചിരുന്നു. ഭൗതിക മേഖലകളുമായുള്ള ഇടപഴക്കമുള്ള ആളുകൾ സമസ്ത മുഷാവറയിലൊന്നും വരാൻ പറ്റൂല എന്നായിരുന്നു ചില ആൾക്കാരുടെ കാഴ്ച. അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാട് ചില പ്രതിബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും 2016 അൽഹംദുലില്ലാഹ് ഈ വിനീതൻ മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നുവരെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നു. മുഷാവറ മെമ്പറോ എക്സിക്യൂട്ടീവ് മെമ്പറോ ഒക്കെ ആയാൽ അല്ലെങ്കിൽ SYSൻ്റെ മെമ്പറായാൽ അവർക്ക് ഭാഗികമായി വേറെയും കുറേ പ്രവർത്തനങ്ങൾ വരും. ഈ പ്രധാന കമ്മിറ്റികളുടെ കീഴിൽ പല സബ് കമ്മിറ്റികൾ, പല മേഖലകളിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഭാഗവാക്കാകാൻ അവസരമുണ്ടാകും. അതായത് കേരളത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മഹല്ലുകളുമായി, മദ്രസകളുമായി, ദർസുകളുമായി, അറബിക് കോളേജുകളുമായി, സാമൂഹിക മേഖലകളുമായി, സാമുദായിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഈ കമ്മിറ്റികൾക്ക് ചർച്ച ചെയ്യപ്പെടും. പലപ്പോഴും അതിന് പ്രത്യേകമായ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകപ്പെടും. അതിലൊക്കെ പ്രവർത്തിക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇതുവരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ വളരെ സക്രിയമായി ഇടപഴകാൻ സാധിക്കുന്നു എന്നത് വലിയൊരു അനുഗ്രഹമായി കാണുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘം രൂപീകൃതമായപ്പോൾ അതിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു ഞാൻ. ഓമാനൂർ മുഹമ്മദ് സാഹിബിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല അന്ന് പല പരിപാടികളുടെയും ഈ അനൗൺസ്മെൻറ്റിന് വാഹനങ്ങളിൽ മൈക്ക് കെട്ടിയുള്ള അനൗൺസ്മെൻറ്റുകളിൽ വരെ പങ്കെടുത്തതൊക്കെ ഇന്ന് വളരെ പച്ച പിടിച്ച ഓർമ്മകളാണ്. യൗവനത്തിൻ്റെ തിളപ്പിൻ്റെ കാലത്താണ് അതൊക്കെ. അപ്പോൾ അത്യാവശ്യം മലയാളം പഠിച്ചതുകൊണ്ട് ആ മലയാള സാഹിത്യത്തിലുള്ള അനൗൺസ്മെൻറ്റൊക്കെ അന്ന് പലരും കൗതുകപൂർവ്വം വീക്ഷിച്ചിരുന്നതായൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സുന്നി യുവജന സംഘത്തിൽ അതിപ്പോൾ 1/2 തുടങ്ങി. ഇപ്പോൾ ആ പറഞ്ഞ കാലത്തിന് 1975 ഇപ്പോൾ 2025 ആകാൻ പോവുകയാണല്ലോ. അതേപോലെ ജമിയത്തുൽ മുഅല്ലിമീനുമായി വളരെ നേരത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. ഒരു 10 കൊല്ലത്തിലധികം ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഞാൻ. തിരഞ്ഞെടുപ്പുകളൊക്കെ വന്നാലും വീണ്ടും എൻ്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും. എത്ര വരെ എന്നാൽ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ ജനറൽ സെക്രട്ടറി ആക്കണ്ട, ഞാൻ പിന്നെ വേണമെങ്കിൽ ഒരു പ്രവർത്തകനായി നിന്നോളാം, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുതിയ ആളുകൾ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതൊന്നും ചെവിക്കൊള്ളപ്പെടാതെ, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ രംഗത്ത് അങ്ങനെ ഒരു രീതി കൂടിയുണ്ട്. ഒരാൾ എവിടെയെങ്കിലും ആയാൽ പിന്നെ മരിച്ചു പിരിയാന്നുള്ളത്. ഞാൻ വ്യക്തിപരമായി ആ കാഴ്ചപ്പാടിനോട് എതിരുള്ള ആളാണ്. മാത്രമല്ല ഉന്നതമായ ചില വൃത്തങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. സമസ്തയുടെ അത്യുന്നതമായ പോസ്റ്റുകളൊക്കെ ഒരു 3 കൊല്ലം 4 കൊല്ലം അല്ലെങ്കിൽ ഏറിയ 5 കൊല്ലമൊക്കെ ഒരു ടേം, ആ ടേം കഴിഞ്ഞാൽ പുതിയ ആളെ തിരഞ്ഞെടുക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ
അത്യുന്നതരായ ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അവർ കൂടി ദഹിക്കാൻ വേണ്ടി ഞാൻ ഉന്നയിച്ചത്, ഇപ്പം നിലവിലുള്ള ആളുകൾക്ക് ഇത് ബാധകമാക്കണ്ട, അവർ മരിച്ചതിന് ശേഷം വരുന്ന ആളുകൾക്ക് ഇത് ബാധകമാക്കിയാൽ മതിയെന്ന്. ഇപ്പോഴുള്ള ആളുകൾ മരിച്ചു പിരിയണ അവസ്ഥ ഉണ്ടാകട്ടെ, അതിന് ശേഷം വരുന്നവർ 3 കൊല്ലം 4 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം 5 കൊല്ലം. കാരണം അവരെക്കാൾ യോഗ്യതയുള്ള ആൾക്കാർ സമുദായത്തിലുണ്ട്, ഉണ്ടാവും, ഉറപ്പാണ്. അവരുടെ കഴിവുകൾ സമുദായത്തിനും സംഘടനക്കും കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാൻ ഈ രീതി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വെറും എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കല്ല, ചില ഉന്നത ശ്രേണികളിൽ സദസ്സുകൾ ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഇൻഷാ അള്ളാഹ് ഭാവിയിൽ വരുമെന്ന് വിചാരിക്കുക. കാരണം ലോകത്തുള്ള എല്ലാ സംഘടനകളും അങ്ങനെയാണ്. യുനോ, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി എന്നും ഒരാളല്ല, ആൾ മാറി മാറി വരുന്നുണ്ട്. ഇനി ഇസ്ലാമിക വൃത്തത്തിലെടുത്താൽ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, മുസ്ലിം വേൾഡ് ലീഗ്, അതിൻ്റെ സെക്രട്ടറി പല ആൾക്കാരും നമ്മുടെ ആയുഷ്കാലത്ത് തന്നെ ധാരാളം സെക്രട്ടറിമാർ മാറി മാറി വന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെ പ്രസിഡന്റുമാരും അങ്ങനെ തന്നെ. അതുപോലുള്ള ലോകത്ത് മറ്റു പല സംഘടനകളും അങ്ങനെ, മുസ്ലിം സംഘടനകൾ തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം വിദ്യയുള്ള വിജ്ഞാനമുള്ള ആളുകളുടെ ആ വൈജ്ഞാനിക ഗുണം സമൂഹത്തിന് കൂടുതൽ ഫലപ്രദമാകണം. ഈ ഒരു ടേം കഴിഞ്ഞാൽ വേണമെങ്കിൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറിക്കോ പിന്നെ പ്രസിഡന്റിനോ തിരിച്ചു വരാവുന്നതാണ്. സമുദായ ജനറൽ ബോഡി അവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ കഴിവുള്ള ആളുകളുടെ കഴിവുകൾ, വിവിധ തരം കഴിവുകൾ ഓരോരുത്തരിലുണ്ടാവും. ചിലപ്പോൾ ഒരു വ്യക്തിയിൽ ധാരാളം കഴിവുകളുണ്ട്, ഒരു വ്യക്തിയിൽ തന്നെ ധാരാളം കഴിവുകളുണ്ട്. ചില ആളുകൾക്ക് കഴിവ് കേടുകളുണ്ടാവും. നിർഭാഗ്യവശാൽ ഒരു പോസ്റ്റിൽ വരുന്നതുകൊണ്ട് കഴിവുകേടുകളുമായി നടക്കുന്ന ചില ആൾക്കാരൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഇങ്ങനെ ഈ ആൾ മാറി വരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കൽ നല്ലതാണ്. നുബുവത്തും ഖിലാഫത്തും അങ്ങനെ അല്ലല്ലോ എന്ന് അതിന് ഇസ്തിദ്റാക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നുബുവത്തും ഖിലാഫത്തൊക്കെ, നുബുവത്ത് അള്ളാഹ് തിരഞ്ഞെടുക്കണം. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത എന്ന് പഠിച്ചോൻ പറഞ്ഞാണ്. ഒരാളെ നബിയാക്കാൻ പിന്നെ ആളെ മരിച്ച് വഫാത്താകുമ്പോഴാണ് ഓള് നബി തന്നെ ആയിരിക്കും. അതുപോലെ ഖലീഫയെ തിരഞ്ഞെടുക്കൽ മുസ്ലിമീങ്ങളുടെ നേതാക്കളാണ്. അവരൊരു ഖലീഫയെ തിരഞ്ഞെടുത്താൽ പിന്നെ അവർ ഖലീഫായി തന്നെ ഉണ്ടാവും. പിന്നെ ഖലീഫയുടെ സബ് പോസ്റ്റുകളിൽ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നിയമിക്കപ്പെടും, ചിലപ്പോൾ അസ്ല് ചെയ്യപ്പെടും. അയ്യുഹൽ ഖാദി ബിഖും ഖദ് അസൽനാക ഫഖും എന്ന് പറഞ്ഞൊക്കെ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അത് പരിഗണിക്കപ്പെടേണ്ട സാഹചര്യം വരും. അല്ലാഹു ഖൈർ പോലൊക്കെ വിധിക്കുമാറാകട്ടെ. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ സെക്രട്ടറിയായി 10-12 കൊല്ലം സേവനം ചെയ്ത ശേഷം പിന്നെ പ്രസിഡൻ്റായിരുന്ന ഉസ്താദ് സാദിഖ് മുസ്ലിയാർ വഫാത്തായതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസിഡന്റ് പദവിയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ പ്രസിഡൻ്റായും സെക്രട്ടറിയായും അൽഹംദുലില്ലാ മുഅല്ലിം സമൂഹത്തിന്, മുഅല്ലിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ധാരാളം സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഏകദേശം 130 ഏക്കർ വരുന്ന ഈ വയൽ പ്രദേശത്തിൻ്റെ പേര് മാനിപ്പാടം എന്നാണ് ആളുകൾ പറയുന്ന പേര്. മാനികയുടെ ഭൂമി എന്നാണ് അതിൻ്റെ ശരിയായ പേര്. മാനിക ഒരു സ്ത്രീയുടെ പേര്. അങ്ങനെ അത് പറഞ്ഞ് ലോപിച്ചാണ് മാനിപ്പാടം എന്നായത്. അപ്പോഴാണ് ദാറുൽ ഹുദ മാനിപ്പാടത്ത് ഭൂമി വാങ്ങി മണ്ണ് നികത്തൽ എന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സുവർണാവസരമായി അവർ ദാറുൽ ഹുദ ഭാരവാഹികളെ കണ്ട് ബാപ്പുട്ടിയെ സമീപിച്ച്, ഞങ്ങൾ ആ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഭൂമി, ആ മണ്ണ് നിങ്ങൾ കൊണ്ട് എടുത്തുകൊടുന്നാൽ ഞങ്ങൾക്ക് ഉപകാരമാവും, നിങ്ങൾക്കൊരു ഉപകാരമാവുമല്ലോ എന്ന് സൗജന്യമായിട്ടാണ് അവർ ആ മണ്ണ് തന്നത്. ഇന്നിപ്പോൾ അവിടെ പോയി നോക്കിയാൽ അങ്ങനെ ഉയർന്ന ഭൂമി ആ വയലിൽ കാണുകയില്ല, അതിൻ്റെ ലക്ഷണവും അവിടെ ദൃശ്യമല്ല. അദ്ദേഹം ഇതുപോലെ ബാപ്പുട്ടിൻ്റെ കൂടെയും അല്ലാതെയും പലയിടത്തും ഈ ലോറികളുടെ പിന്നാലെ ഓടി നടക്കുന്നതോടൊപ്പം ബാപ്പുട്ടി ഹാജിയും ആ പ്രക്രിയ ചെയ്യുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു. എവിടെയെങ്കിലും മണ്ണ് അങ്ങനെ ലോറികൾ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ട് പോയാൽ പിന്നെ അത് നികത്താൻ പ്രയാസമാവും. അതുകൊണ്ടാണ് ലോറികളുടെ കൂടെ നടന്ന് ക്രമീകൃതമായി ഡൗൺലോഡ് ചെയ്യുന്നത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ദർസ് അറബിക് കോളേജ് പാഠ്യപദ്ധതിയിൽ പഠിച്ച ആളുകൾക്ക് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി ദീനീ ദഅവത്ത് നിർവഹിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മുസ്ലിമീങ്ങളുടെ ഭാഷ ഉറുദുവാണ്, പൊതുഭാഷ. ഉറുദുവിൽ നിന്ന് വളരെ അന്യം നിന്നിരുന്ന സംസ്ഥാനമാണ് കേരളം. അതേപോലെ ഹജ്ജിന് പോവുകയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളോട് അറബിയിൽ സംസാരിക്കാൻ ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് കഴിയുമായിരുന്നില്ല.